ഒരു 5-6 മാസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള രാമന്തളി എന്ന് പറയുന്ന പ്രദേശത്തെ അമ്മയും മകനും മകൻ്റെ 2 മക്കളും കൂടിയിട്ട് ജീവനൊടുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിയച്ഛൻ്റെ പേരിൽ മരുമകള് കള്ളക്കേസ് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവമാണ് അവർ മരിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു യുവതിയെ, അതായത് ഈ കുട്ടികളുടെ അമ്മയെ എല്ലാവരും കൂടിയിട്ട് പഞ്ഞിക്കിടുകയും അത് മാത്രവുമല്ല അവരെ മൃതദേഹം പോലും കാണിച്ചില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ മക്കളുടെ അവസാന യാത്ര വരെ അവരെ കാണിക്കാതെ അത്രത്തോളം വെറുത്ത ഒരു ദിനമായിരുന്നു ആ ഒരു സമയം. അന്ന് എല്ലാവരും പറഞ്ഞു അവളാണ് ഇതിനെല്ലാം കാരണം, അവളുടെ സംശയമാണ്. അപ്പോഴും അവൾ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാനല്ല കംപ്ലൈൻറ്റ് കൊടുത്തത്. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് അവരാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്, ഞാനല്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നാട്ടുകാർക്കുള്ള വിശ്വാസമാണോ എന്നറിയില്ല. എല്ലാവരും പറഞ്ഞു ആ കുട്ടിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്തിയായിട്ട് 6 മാസത്തോളമായിട്ട് ഇപ്പോഴും ഭ്രാന്തിയാണ്. എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അമ്മായിയമ്മയെയും അതുപോലെ ഭർത്താവിനെയും 2 മക്കളെയും കൊലക്ക് കൊടുത്ത ഭ്രാന്തി, അതായിരുന്നു പിന്നീട് യുവതിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. 2 ദിവസം മുമ്പാണ്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ദൈവമുണ്ട് മക്കളെ, അതായത് 2 ദിവസം മുമ്പ് ഇതേ അമ്മായിയച്ഛന അതേപോലെയുള്ള മറ്റൊരു കേസിലും കൂടി പിടികൂടുകയാണ്. അങ്ങനെ പിടികൂടിയപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ അതിൻ്റെ അടിയിലും ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ട് കേട്ടാ, ഇതെന്തോ ചതിയാണ്, ഇതെന്തോ ഇയാളെ കൊടുക്കാനുള്ള പണിയാണ്, ഇയാളെ എന്തോ അതൊന്നും അല്ല, കൃത്യമായിട്ട് ഇയാൾ നടത്തിയത് തന്നെയാണ്. കാരണം 16 വയസ്സുള്ള ഒരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് ഇയാളെ എങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് എന്താ ചൊറിച്ചലുണ്ടാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ചൊറിച്ചലുമില്ല. അപ്പം അന്ന് നമ്മളെല്ലാവരും അതുപോലെ ആ നാട്ടിലെ എല്ലാവരും ആ യുവതിയെ കല്ലെറിഞ്ഞു. ഇന്നെല്ലാവരും മാപ്പ് ചോദിക്കുക, അവരോട് മാപ്പ് ചോദിക്കണം. അതായത് കാലം എന്നൊന്നുണ്ടല്ലോ, ഇപ്പം ഈ ദൈവമാണ് ഈ ഒരു രൂപത്തിൽ വന്നിട്ട് ഇയാൾക്ക് ഒരു പണിയും കൂടി കൊടുത്തത്. അല്ലെങ്കിൽ ഇവനെയൊന്നും മനസ്സിലാവില്ല. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിൻ്റെ അകത്തൊരു മാഷുണ്ട്, ശ്രീരാമൻ അവതരിപ്പിച്ചൊരു മാഷ്. അയാൾ ചെയ്ത ക്രൂരതകൾ അവസാനമാണ് പിന്നെ കിട്ടുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ അയാൾ മാന്യനാണ്. അതുപോലെ തന്നെ ഇയാൾ മാന്യനായിരിക്കാം. ഇയാളുടെ അടുത്തൊക്കെ ഇതുപോലെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇയാൾ അടുത്തുള്ള പിന്നെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യണം, അവരെയൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഇവനെയൊക്കെ ഭയന്നിട്ട് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഏതായാലും അതിൻ്റെ താഴെ ഒരാൾ എഴുതിയിരിക്കുന്നതാണ്, VI മിത എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇയാളെ ന്യായീകരിച്ചു സംസാരിച്ച പയ്യന്നൂരിലെ പ്രബുദ്ധ ജനത എവിടെ? അന്ന് ആ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ അതിനെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം മുഴുവൻ. നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് എഴുതിയപ്പോഴും പ്രശ്നം ആ അമ്മയ്ക്കാണെന്ന് പറഞ്ഞു. അതായത് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോഴാണ് ഡോക്ടർമാർ ചോദിച്ചതും പറഞ്ഞതും പോലീസിനെ വിളിച്ചതും. ആ സംഭവം നടന്നിട്ടുണ്ട്, കുഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ പാവം എത്രത്തോളം അലറിക്കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് ഭ്രാന്താണെന്നും കുഞ്ഞുങ്ങളെ വല്ലാണ്ട് ഉണ്ടെന്നും പറഞ്ഞ് ലൈവ് വീഡിയോ ചെയ്തവർ വരെ ഉണ്ടായിരുന്നു. ആർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല. ഒരു അനുശോചന പോസ്റ്റ് എങ്കിലും ഇടാമായിരുന്നു. കോടതി പോലും മക്കളെ അമ്മയുടെ കൂടെ വിടാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും ആ മക്കളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അരിഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞു. സ്വന്തം ഭാര്യയുടെ വാക്ക് ഒരിക്കൽ എങ്കിലും കേട്ടിരുന്നുവെങ്കിൽ, ആരോഗ്യ വിദഗ്ധരുടെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, നീതിന്യായത്തിൽ കുറച്ചെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിൽ, എല്ലാത്തിനും അവർ സ്വന്തം മക്കളെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അയാൾ മക്കളെയും കൂട്ടി ഇത് ചെയ്യില്ലായിരുന്നു. കാലത്തിന് മുന്നിൽ ഒരുപാട് സമയം സത്യത്തെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതായത് ആ ഒരു അച്ഛന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ പോലും തൻ്റെ പിതാവ് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവസാനം എനിക്ക് തോന്നുന്നത് ഭാര്യയ്ക്കും അതുപോലെ തന്നെ മകനും മനസ്സിലായിട്ടുണ്ടാകും ഇയാൾ ഇങ്ങനെ ഒരു ജെറ്റിയാണെന്ന്. കാരണം എന്താ വെച്ചാൽ മരുമകളുടെ വാക്ക്, അന്ന് മരുമകൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭർത്താവും അതുപോലെ അവരുടെ ബന്ധുക്കളും ഈ അമ്മായിയമ്മയും എല്ലാം പറഞ്ഞു അയാൾ അങ്ങനെ ചെയ്യത്തില്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഓട്ടോ തൊഴിലാളിയാണ് ഈ മാന്യൻ, അതുപോലെ നാടകത്തിലും അഭിനയിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ അഭിനയവും കാര്യങ്ങളൊക്കെ വശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എല്ലാവരും കേട്ടു, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ ചെയ്യൂ, അവൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ. പക്ഷേ അവസാന കാലത്ത്, അതായത് ഇദ്ദേഹം ജാമ്യത്തിൽ നിന്നൊക്കെ വന്നു, പിന്നീട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോഴാണ് ഭാര്യയും
അതുപോലെ തന്നെ മകനും 2 മക്കളും അവർ വാതിൽ തുറക്കുന്നില്ല, അകത്തവരുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹം അവിടെ വെച്ച് രക്ഷിക്കാൻ ശ്രമിക്കാതെ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ പോയിട്ട് കുറച്ച് ആൾക്കാരെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ചാൽ മരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്ന് തന്നെയാണ്. അതായത് അയാളുടെ ആ ക്രൂരൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് മതി, എനിക്ക് ഭാര്യയെ വേണ്ട, മകനെ വേണ്ട, കൊച്ചുമക്കളെ വേണ്ട, ഒന്നും വേണ്ട. അതായത് അവരൊക്കെ മരിക്കട്ടെ എന്നുള്ളതായിരിക്കാം ഈ ചെകുത്താൻ്റെ ഉള്ളിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും അവൻ ഇപ്പോഴും പിടിച്ചത് വലിയൊരു ഗുണം തന്നെയാണ്. കാരണം ആ ഒരു യുവതി ഇനി കല്ലേറ് സഹിക്കണ്ടല്ലോ, അവരിനി ആരും ഒറ്റപ്പെടുത്തൂലല്ലോ. ഇത്രയും നാൾ അവർ ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്. ഈ ഭർത്താവ് പോലും വിശ്വസിച്ചില്ല. അതാണ് ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സ്വന്തം തന്ത ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളല്ലേ. പക്ഷേ ഇവൻ്റെയൊക്കെ ഉള്ളിൽ ഒരു മൃഗമുണ്ടെന്ന് ഇതിപ്പോൾ എത്ര സ്ഥലങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോലും താമസിക്കരുത് എന്നാണ്. ഇങ്ങനെയുള്ള ചില നാളുകൾ നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുടുംബങ്ങളിൽ വരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇവൻ്റെ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. ഇവൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോവോ? അത്ര ഭയങ്കര അവസ്ഥയായിരിക്കും അവിടെ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെ ഭാര്യയോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെവി കൊടുക്കുക. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഒന്ന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരാൻ പോകുന്നില്ല. അന്ന് ചെവി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു യുവാവിനും 2 മക്കൾക്കും അമ്മക്കും ഈ ദുരന്തം ഉണ്ടാവില്ല. അതായത് കൃത്യമായിട്ട് ഈ വേട്ടാവളിയനെ പിടിച്ച് വെളിയിലാക്കിയാൽ പോരെ. ഈ വേട്ടാവളിയനെ പിടിച്ച് വെളിയിലാക്കിയാൽ മതി. ഇവൻ്റെ കോഴിത്തരം അറിയുന്ന ആരെങ്കിലും, അതായത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ അമ്മച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ അമ്മച്ചിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്താ വെച്ചാൽ ഇയാൾ ഇങ്ങനെയാണെന്ന്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതിയേനും. ഈ പഹയനും കൂടിയിട്ട് വല്ല ചോറിലോ എന്തെങ്കിലും പിന്നെ പെരക്കിയിട്ട് അങ്ങ് കൊടുത്തിരുന്നുവെങ്കിൽ ഇവൻ്റെ ശല്യവും കൂടി ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും ആ ഒരു സംഭവത്തിന് ശേഷം ആ യുവതിക്കെതിരെ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായി. അവരുടെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് ലൈവ് വീഡിയോ പോലും എടുത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർ നിരന്തരമായിട്ട് വിമർശിച്ചുകൊണ്ട് പയ്യന്നൂരിലൊരു ഓൺലൈൻ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലൊന്നും ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നതിന് ഇപ്പോൾ മിണ്ടാൻ നിൽക്കുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പുറകോട്ട് പോയിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇയാൾക്ക് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് പിടിപാടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഇതൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയായാലും അന്ന് മുന്നിൽ വന്ന മാധ്യമങ്ങളെയൊന്നും ഇന്ന് കാണുന്നില്ല. അന്ന് മുന്നിൽ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവനെതിരെ. അതായത് ഈ ഒരു ഓട്ടോ ഡ്രൈവർക്കെതിരെ ഇവനെതിരെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്നൊരു മനുഷ്യനെ പോലും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ സമയത്തും നമുക്ക് സത്യം മൂടിവെക്കാൻ കഴിയില്ല. അത് എങ്ങനെയെങ്കിലും പുറത്തു വരും. അതൊരു കൂണുപോലെയാണ്. അത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഇതിട്ടായിട്ട് അത് പുറത്തു വരും. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചോ മക്കളെ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാമഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാവുകയാണെന്ന് വളരെ സൂക്ഷിക്കണം. കാരണം നമ്മൾ ആരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവനൊക്കെ എപ്പോൾ മൃഗമാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ അടുത്ത ഈ കേസിലിറങ്ങും, അടുത്ത് തന്നെ ജാമ്യത്തിലിറങ്ങും. ഇവനൊക്കെ ആരാ ജാമ്യം നിൽക്കുന്നത്? അവരെയാണ് എനിക്ക് കാണേണ്ടതായിരുന്നു. ഇവനൊക്കെ ജാമ്യം നിൽക്കുന്ന ആരും ഉണ്ടാവുമല്ലോ. ജാമ്യം നിൽക്കാനും പൈസ മുടക്കാനൊക്കെ ആരാണ് ഇവൻ്റെയൊക്കെ പുറകിൽ? അതാണ് നമുക്ക് അറിയേണ്ടതായിരുന്നു. കാരണം അങ്ങനെയുള്ള വേട്ടാവളിയന്മാരും ഉണ്ടാവുക. ഇവനൊക്കെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇടുവല്ലേ വേണ്ടത്. ചില കേസുകളിലെല്ലാം കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ 70, 80, 100 വർഷത്തെ തടവുണ്ടല്ലോ. ഇവനതൊന്നും ബാധകമില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയെങ്കിലും പിടിച്ചവൻ ഉള്ളിലിടേണ്ട വഴി നോക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കുറ്റപത്രവും കൊടുത്തിട്ട് ഏതായാലും എന്ന് പറഞ്ഞാൽ ഒരു 10-70 വർഷത്തെ ശിക്ഷയും കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ഇവൻ്റെ ഈ കടുകാമണി ഉണ്ടല്ലോ, അത് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കേണ്ടി വരും. വല്ല തുന്നിക്കെട്ടിയിട്ട് ഒരുമിച്ചാക്കേണ്ടി വരും. എന്നാലേ ഇതിൻ്റെ അകത്തൊരു മോചനമുള്ളൂ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നോട്ടെ.